ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ വലിയ ആർഭാടകരമൊന്നുമല്ലാത്തൊരു സിമ്പിളായിട്ടുള്ള ഒരു ഈദ് വ്ളോഗാണ്. ആൻഡ് ഓൾസോ സ്പെഷ്യലാണ്, കാരണം ഇതിൻ്റെ ബേബി വന്നിട്ടുള്ള ഫസ്റ്റ് ഈദാണ് കേട്ടോ. സോ ബേബിയുടെ ഫസ്റ്റ് ഈദാണ്. അപ്പോൾ എൻ്റെ മോർണിംഗ് ഇന്നിപ്പോൾ ബ്യൂട്ടിഫുൾ ആക്കണേ. രണ്ട് കുഞ്ഞ് ക്യൂട്ട് കാലുകളാണ്. ഈ കുഞ്ഞു കാലുകൾ ഇങ്ങനെ അടിച്ചാണ് ഞാൻ രാവിലെ അഴിക്കണ കണ്ടിട്ടാണ് ഞാൻ രാവിലെ എണീക്കാറുള്ളത് കേട്ടോ. സോ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. ഇപ്രാവശ്യം സൂചി ഗോതമ്പിൻ്റെ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത്. ആൻഡ് ഇറ്റ്സ് മൈ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിരിക്കണ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് എടുത്ത് കുടിച്ചത് ഞാനാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. രാവിലെ തന്നെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരുടെയും ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പിന്നെ ബേബിയുടെ ഒപ്പമുള്ള കുറേ വീഡിയോസ് വരാനുണ്ട്. അതൊക്കെ ഈ ഒരു ഈദ് വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഈദ് വ്ളോഗ് ഈദിൻ്റെ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ. അതാണ് ഞാനിത് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്ത ഈ ഒരു വ്ളോഗ്. ആൻഡ് റിലേറ്റഡ് ടു ബേബി ആൻഡ് പ്രഗ്നൻസി കുറച്ചധികം വീഡിയോസ് ഇനി വരാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പുട്ടും പായസമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഈദ് വ്ളോഗിലും പറയാറുണ്ട്, ഈ ഒരു കോമ്പിനേഷനാണ് ഞാനെന്നും ഈദിന് കഴിക്കാറുള്ളത്. പണ്ട് തൊട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഇതാണ് കഴിക്കാറുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പായസവും പുട്ടും കൂടെ കുഴച്ചിട്ട് കഴിക്കാനായിട്ട്. കുറേ പേര് എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന്. ബട്ട് യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബേബി ഞാനും കൂടെ കുളിച്ച് മാറ്റിച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ബേബിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബേബിക്കുള്ള ഈ പെരുന്നാൾ ഡ്രസ്സ് എൻ്റെ വാപ്പച്ചിയുടെ വകയായിരുന്നു കേട്ടോ. ആൻഡ് ഞാൻ ബേബിക്കുള്ള യൂസ് ചെയ്യുന്ന ഒരു വൈറ്റ് ഷെയ്ഡിലാണ് എല്ലാം തന്നെ യൂസ് ചെയ്യണത്. എനിക്ക് കളർഫുൾ അങ്ങനെ ഇടിയിപ്പിക്കുന്ന വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല കേട്ടോ. സോ എല്ലാം വൈറ്റാണ്. ആൻഡ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഷീക്കോറിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായത്. കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അപ്പം തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ബേബിക്ക് ഫോട്ടോ എടുക്കണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, കാരണം അവൻ വലിയ കാര്യമായിട്ട് എന്നോട് സഹകരിച്ചില്ല. എന്നാലും കഷ്ടപ്പെട്ട് ഞാൻ കുറച്ചധികം ഫോട്ടോസ് എടുത്തു കേട്ടോ. ആൻഡ് പള്ളിയിൽ നിന്ന് ബീഫ് കിട്ടിയിട്ടുണ്ടായി. ആൻഡ് ഈ പെരുന്നാളിന് നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, പള്ളിയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ബീഫ് അപ്പം തന്നെ ഉണ്ടാക്കും. ആൻഡ് അതിൻ്റെ ഒപ്പം തേങ്ങാച്ചോറും ഉണ്ടാക്കിയിട്ട് ആണ് നമ്മൾ ലഞ്ച് കഴിക്കാറ്. എല്ലാ വർഷവും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ബീഫ് അപ്പം തന്നെ ഉമ്മിച്ച് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായി. ആൻഡ് വിത്ത് തേങ്ങാച്ചോറും നമ്മൾ അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ ഒരു ഉറക്കം അത് മസ്റ്റാണല്ലേ. ബട്ട് ഒത്തിരി നേരമൊന്നും ഉറങ്ങാനില്ല, കാരണം ബേബിയുടെ ഒപ്പം കിടക്കണതുകൊണ്ട് എപ്പോഴും എണീക്കൽ തന്നെയാണ്. പിന്നെ രാത്രിയും ഫുൾ ടൈം കിടക്കലായതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ നല്ല ഉറക്കം വരാറുണ്ട് കേട്ടോ. പിന്നെ മദർഹുഡിൻ്റെ തിരക്കും കൊണ്ട് ഞാൻ ഈദിൻ്റെ മെഹന്തി ഇട്ടിട്ട് അന്ന് പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ് കേട്ടോ. കാരണം സമയം കിട്ടിയില്ല. ഇടാന്ന് ഓർക്കുമ്പോഴേക്കും ബേബി കരയും. അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഓൾ മദേഴ്സ് ക്യാൻ റിലേറ്റ് അല്ലേ. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈദ് മുബാറക്കിന് ഇത് കുറച്ച് സ്റ്റാർസൊക്കെ, കാരണം കുറേ ഡിസൈനൊന്നും ഇടാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റാർസ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടായി. പിന്നെ രാത്രി അന്ന് നമ്മൾ ഉച്ചക്കത്തെ തേങ്ങാച്ചോറും അത് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പായസം കുടിക്കണ്ടായി, കാരണം നമ്മുടെ വീട്ടിൽ പായസം ഉണ്ടാക്കിയ രാവിലെ ഉച്ചയ്ക്കും രാത്രിയും ഏത് സമയം പായസം കിട്ടാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സോ ഫുൾ ടൈം പായസം കുടിക്കണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈദായിരുന്നു ഇപ്രാവശ്യത്തെ. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഓർക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.